മഞ്ഞളൂർ കോട്ടടി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന് സ്വന്തം കെട്ടിടമായി. എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 14 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ചതാണ് പുതിയ കെട്ടിടം. കെ ഡി പ്രസന്നൻ എംഎൽഎ ഉദ്ഘാടനം നിർവഹിച്ചു. ഇവരോട് ഞാൻ ചോദിച്ചു, നമ്മുടെ സംഘം ജീവനക്കാരോട് ചോദിച്ചു, എത്ര രൂപ വേണ്ടി വരും ഒരു കെട്ടിടം നിർമ്മിക്കണമെങ്കിൽ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കെട്ടിടത്തിന് എത്ര ലക്ഷം വേണം? അവർ വളരെ മര്യാദക്കാരും പാവങ്ങളുമായതുകൊണ്ട് 10 ലക്ഷം മതിയാവും എന്നാണ് അവരെന്നോട് പറഞ്ഞത്. യഥാർത്ഥത്തിൽ 10 ലക്ഷം മതിയാവില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായി. പക്ഷേ 10 ലക്ഷം അവരാവശ്യപ്പെട്ടപ്പോൾ എനിക്ക് ആശ്വാസമായി. കാരണം ഒരു പ്രൊജക്റ്റ് അപ്പോൾ ഏതാണ്ട് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. ആ ക്യാൻസൽ ചെയ്യുന്ന പ്രൊജക്റ്റിൻ്റെ തുക 14 ലക്ഷം. അപ്പോൾ മറുത്തൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. ആ പ്രൊജക്റ്റ് ക്യാൻസൽ ചെയ്തുകൊണ്ട് ആ 14 ലക്ഷം രൂപ ഈ പദ്ധതിക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് വലിയ സന്തോഷമായി. പക്ഷേ എൻ്റെ മനസ്സിൽ കുറച്ച് വിഷമമുണ്ടായിരുന്നു. കാരണം ഒരു നല്ല ആത്മാർത്ഥതയുള്ള സംഘം പ്രവർത്തകർ, അതുപോലെ തന്നെ ഏറ്റവും സാധാരണക്കാരായ ക്ഷീര കർഷകർ ആശ്രയിക്കുന്ന ഒരു സംഘം, പിന്നെ പൊതുവെ എപ്പോഴും നല്ല കൂട്ടായ്മ നിലനിർത്തുന്ന കോട്ടടി പോലുള്ള പ്രദേശത്ത് എത്ര കൊടുത്താലും മതി വരാത്ത ഒരു നന്മയുള്ള ആളുകൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് ഈ കോട്ടടി എന്നുള്ളത് കൊണ്ട് എനിക്കല്പം മനസ്സിൽ വിഷമമുണ്ട്. 14 ഉണ്ടായിരുന്നുള്ളൂ എന്നതുകൊണ്ടാണ് അന്ന് 14 ലക്ഷം രൂപ ഇതിനുവേണ്ടി അനുവദിച്ചത്. തേങ്കുറിശ്ശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സംഗീത വിജയൻ അധ്യക്ഷയായി. കുഴൽമന്നം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഷക്കീന മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് അംഗം ഷിബി കൃഷ്ണ സംഘത്തിന്റെ മുൻ പ്രസിഡന്റുമാരെ ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി പങ്കജം മുൻ ഭരണസമിതി അംഗങ്ങളെയും, ക്ഷീരവികസന വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ വി ശ്രീജ മുതിർന്ന കർഷകരെയും, പാലക്കാട് ഡയറി ജില്ലാ P&I മേധാവി ഷീജ ഏലിയാസ് മുൻ ജീവനക്കാരെയും, ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ MG ശ്രീലത, ബിൽഡിംഗ് കോൺട്രാക്ടറെയും ആദരിച്ചു. സംഘം പ്രസിഡന്റ് എ റിയാസ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ സുന്ദരൻ എന്നിവർ പ്രസംഗിച്ചു.